തൊടുപുഴ നഗരത്തിന് സമീപവും കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളിലും ഭീതി വിതയ്ക്കുന്ന പുലിയെ പിടികൂടാനാവാത്തത് ജനജീവിതത്തിന് വെല്ലുവിളിയാകുന്നു. പുലിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് കരിങ്കുന്നത്ത് സർവകക്ഷി യോഗം ചേർന്നു. അധികമായി നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്നും RRT ടീമിനെ നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. തൊടുപുഴ നഗരത്തിലും കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളിലും ഭീതി വിതയ്ക്കുന്ന പുലിയെ പിടികൂടാൻ വനംവകുപ്പിന് സാധിക്കാത്തതിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. തൊടുപുഴ നഗരസഭയുടെ കീഴിലുള്ള പാറക്കടവ് ഭാഗത്തും പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന നാട്ടുകാരുടെ വാദം വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുവച്ചിട്ടും പുലി കൂട്ടിൽ കുടുങ്ങാതെ നാടിനെ വിറപ്പിക്കുന്ന സാഹചര്യത്തിൽ കരിങ്കുന്നത്ത് സർവകക്ഷി യോഗം ചേർന്നു. MP, MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ മുട്ടം, കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് അംഗങ്ങൾ, വനംവകുപ്പ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. അധികമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പുലിയെ പിടികൂടാൻ ഒരു കൂടും കൂടി സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. പുലിയെ നിരീക്ഷിക്കുവാൻ RRT ടീമിനെ നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ വനംവകുപ്പ് മന്ത്രി അറിയിച്ചതായും മന്ത്രി DFOയ്ക്ക് നിർദ്ദേശം നൽകിയതായും PJ ജോസഫ് MLA പറഞ്ഞു. ഈ പുലിയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ക്യാമറകൾ വയ്ക്കാൻ തീരുമാനിച്ചു. അതിനു പുറമെ ഇല്ലിയാരി മേഖല കേന്ദ്രീകരിച്ച് ഈ പുലിയെ കണ്ട ഏരിയയിലാണ് കേന്ദ്രീകരിച്ച് ഒരു സ്പെഷ്യൽ RR ടീമിനെ വയ്ക്കുക എന്ന റെക്കമെൻഡേഷൻ ഉണ്ട്. ഞാൻ ഫോറസ്റ്റ് മന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്തു. തൊടുപുഴ നഗരത്തിലിറങ്ങിയ പുലിയെ ഉടൻ പിടികൂടണമെന്ന നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജ് ആവശ്യപ്പെട്ടു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ഇറങ്ങിയ പുലി ജനജീവിതത്തിന് ഭീഷണിയായിട്ടുണ്ട്. പ്രദേശത്ത് അടിയന്തരമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു. ജനങ്ങൾ വളരെ ഭയാശങ്കരായിരിക്കുന്ന ഈ സ്ഥിതിയിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒന്നെങ്കിൽ ക്യാമറ സ്ഥാപിക്കുക, പുലിയുടെ സാന്നിധ്യം കാണുന്ന പ്രദേശങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുക. ജനങ്ങൾ ഒട്ടനവധി ഭീതിയിലാണ്. അവരെ പറഞ്ഞ് മനസ്സിലാവാൻ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, വാർഡിന്റെ കൗൺസിലർ ഹരി ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം വനംവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വരുന്നുണ്ട്, സ്ഥലം കാണുന്നുണ്ട്, അതിനെ പരിശോധിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിലും പുലിയുടെ സാന്നിധ്യം കാണുന്ന മേഖലകളിൽ ക്യാമറ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ കൂട് സ്ഥാപിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിനുള്ള സംവിധാനം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് തൊടുപുഴ നഗരസഭാ ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ഇല്ലിച്ചാരിമലയിൽ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങാത്തതിനാൽ കഴിഞ്ഞ ദിവസം കൂട് മാറ്റി സ്ഥാപിച്ചിരുന്നു. പകലും രാത്രിയുമൊക്കെ പുലിയെ കണ്ടതായി കുട്ടികളടക്കമുള്ള നാട്ടുകാർ പോലീസിനെയും വനംവകുപ്പ് അധികൃതരെയും അറിയിച്ചിട്ടുണ്ട്. പുലി എത്തുന്ന നിരവധി ദൃശ്യങ്ങൾ വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ ഇതിനോടകം പതിഞ്ഞിരുന്നു.